കീം 2024 അഡ്മിറ്റ് കാർഡ് റിലിസ്റ്റ്. കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി എൻട്രൻസ് എക്സാം ജൂൺ 5 തൊട്ടിട്ട് ജൂൺ 9 വരെയാണ് നടക്കുന്നത്. സോ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അവൈലബിൾ ആണ്. www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അപ്പിയർ ചെയ്യും. പ്രൊഫൈൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈലിന് തൊട്ട് താഴെ അഡ്മിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അഡ്മിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്താൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് എന്തൊക്കെ ID പ്രൂഫ്സ് കൊണ്ടുപോകണം, എക്സാം ഡേറ്റ് ഒക്കെ അവൈലബിൾ ആണ്. അതിന് തൊട്ട് താഴെ പ്രിൻറ്റ് അഡ്മിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് പ്രിൻറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. പിന്നെ അതിൽ അഡ്മിറ്റ് കാർഡിൽ എക്സാം സെൻറ്റർ ഉണ്ടാകും, എക്സാം ടൈം, എക്സാം റിപ്പോർട്ടിംഗ് ടൈം, പിന്നെ എന്തൊക്കെ കൊണ്ടുപോകണം, അങ്ങനത്തെ എല്ലാ ഇൻസ്ട്രക്ഷൻസും അതിലുണ്ടാകും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അഡ്മിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക് എക്സാം എഴുതാനുള്ള ചാൻസ് ഉണ്ടാവില്ല. സോ അഡ്മിറ്റ് കാർഡ് എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ കുറച്ച് പേർക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഫോട്ടോയിൽ സിഗ്നേച്ചറിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളവർ, അതുപോലെ SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മറന്നവർ, ഡിഫക്റ്റ് ഉള്ളവർ, അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കാൻ ബാക്കിയുള്ളവർ, അങ്ങനെയുള്ളവർക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ കറക്ഷൻസ്, ഇപ്പോൾ ഫോട്ടോ സിഗ്നേച്ചറിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ജൂൺ 1 മുന്നായിട്ട് 4 PM മുന്നായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ്. അതുപോലെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റും അതുപോലെ ഫീ അടിക്കാൻ ബാക്കിയുള്ളവരും ഇത് തന്നെ ജൂൺ 1 മുന്നേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതായിരിക്കും. അല്ലാത്തവർക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതായിരിക്കില്ല. പിന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ പുറമെ നിങ്ങൾക്ക് ഓതറൈസ്ഡ് ID പ്രൂഫും വേണം. ഒരു ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫ് വേണം. ഫോട്ടോ ഉള്ളതെന്ന് പറയുമ്പോൾ ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ആധാർ, അതുപോലെ മറ്റേ +2 ബോർഡ് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ്, ഇതൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഇനി ഈ ID പ്രൂഫ്സ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തൊട്ട് മുന്നേ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാൾ അടുത്ത് പോയിട്ട് ഒരു ഫോട്ടോ ഒട്ടിച്ചുള്ള ഒരു ID പ്രൂഫ് ഉണ്ടാക്കിയാൽ മതി. അത് അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ അടുത്ത് പോയിട്ട് ഉണ്ടാക്കിയാലും മതി. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ അഡ്മിറ്റ് കാർഡ് കുറേ പേർക്ക് നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത സിറ്റിയിലായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് സെൻറ്റർ കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കോഴിക്കോട്, മലപ്പുറം, വയനാടാണ് കൊടുത്തതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് എറണാകുളം ഒക്കെ കിട്ടിയവരുണ്ട്. സോ അതൊക്കെ നോക്കുക. പിന്നെ എക്സാമിന് സമയത്ത് എത്തുക. 7:30 ആണ് എല്ലാ എക്സാമിൻ്റെയും റിപ്പോർട്ടിംഗ് ടൈം. സോ അപ്പോൾ കറക്റ്റായിട്ട് എത്തുക. പിന്നെ വേറെയും കുറച്ച് പേർക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടില്ല. അതായത് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സും ആർക്കിടെക്ചറിനും അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടില്ല. അവർക്ക് അവരുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആണ്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിലൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ എപ്പോഴും റീസെൻ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കീമിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് പോയിട്ട് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ.